അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, റബ്ബിനെ പ്രണയിക്കുന്നവർക്ക് കരയാതെ ഈ വീഡിയോ കണ്ടു തീർക്കാനാവില്ല. ലോകത്ത് പലതരം പ്രണയങ്ങളുണ്ട്. എന്നാൽ കണ്ടിട്ടില്ലാത്ത, സ്പർശിച്ചിട്ടില്ലാത്ത ഒരു അസ്തിത്വത്തോട്, അതിരുകളില്ലാത്ത ഈ ആകാശഭൂമികളുടെ സൃഷ്ടാവിനോട് ഒരു മനുഷ്യന് തോന്നുന്ന പ്രണയം എത്രമാത്രം അത്ഭുതകരമായിരിക്കും. സാധാരണക്കാർ സ്വർഗത്തിലെ സുഖങ്ങളെ മോഹിച്ചും നരകത്തിലെ തീയിനെ ഭയന്നും പ്രാർത്ഥനകളിൽ മുഴുകുമ്പോൾ തീർത്തും വ്യത്യസ്തരായ മറ്റൊരു കൂട്ടം ആളുകളുണ്ട്. അവർക്ക് സ്വർഗവും വേണ്ട, നരകത്തെ ഭയവുമില്ല. അവർക്ക് വേണ്ടത് അവരുടെ നാഥനെ മാത്രമായിരുന്നു. അള്ളാഹുവിനെ പ്രണയിച്ചവരുടെ ലോകം ചരിത്രത്തിലെ ഏറ്റവും മനോഹരവും കൗതുകവും നിറഞ്ഞ അത്ഭുതകരമായ ഒരു ഏടാണ്. ചരിത്രത്തിൽ അങ്ങനെയൊരു പെൺകുട്ടിയുണ്ടായിരുന്നു. സൂഫിസത്തിൻ്റെ കിരീടമില്ലാത്ത രാജ്ഞി റാബിഅത്തുൽ അദവിയ. ഒരിക്കൽ ഒരു കയ്യിൽ തീപ്പന്തവും മറുകൈയിൽ ഒരു ബക്കറ്റ് വെള്ളവുമായി ബസറയുടെ തെരുവുകളിലൂടെ റാബിഅ റളിയല്ലാഹു അൻഹ ഓടി. ഇത് കണ്ട ആളുകൾ അത്ഭുതത്തോടെ ചോദിച്ചു, റാബിഅ, നീ എങ്ങോട്ടാണ് ഈ ഓടുന്നത്? റാബിയയുടെ മറുപടി ആകാശങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്നതായിരുന്നു. എനിക്ക് ഈ തീപ്പന്തം കൊണ്ട് സ്വർഗത്തെ കത്തിക്കണം. ഈ വെള്ളം കൊണ്ട് നരകത്തിലെ തീയിനെ കെടുത്തിക്കളയണം. സ്വർഗത്തോടുള്ള ആർത്തി കൊണ്ടോ നരകത്തോടുള്ള പേടി കൊണ്ടോ അല്ലാതെ തികഞ്ഞ പ്രണയം കൊണ്ട് മാത്രം മനുഷ്യർ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി. ഇതായിരുന്നു അള്ളാഹുവിനെ പ്രണയിച്ചവരുടെ ഹൃദയം. അവിടെ കൊടുക്കൽ വാങ്ങലുകളില്ല, പകരം നിബന്ധനകളില്ലാത്ത സമ്പൂർണ്ണ സമർപ്പണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രികളിലെ കണ്ണുനീർത്തുള്ളികൾ. ദൈവിക പ്രണയം വല്ലാത്തൊരു ലഹരിയാണ്. ഭൗതിക ലോകത്തെ സകല സമ്പത്തും സുഖങ്ങളും അവർക്ക് ആ ലഹരിക്ക് മുമ്പിൽ വെറും മണൽത്തരികൾ മാത്രമായിരുന്നു. അവർക്ക് ഈ ലോകം ഒരു ഇരുട്ടറയും അവരുടെ മുസല്ല സ്വർഗവുമായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ ലോകം മുഴുവനും ഉറങ്ങുമ്പോൾ അവർ ഉണർന്നിരിക്കും. എന്തിനെന്നോ, തങ്ങളുടെ പ്രിയപ്പെട്ടവനോട് സംസാരിക്കാൻ, സങ്കടങ്ങൾ പറയാൻ. ആ സമയത്ത് അവരുടെ കണ്ണുകളിൽ നിന്ന് വരുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും 1000 നക്ഷത്രങ്ങളുടെ തിളക്കമുണ്ടായിരുന്നു. ആ കണ്ണുനീർ സങ്കടത്തിൻ്റേതല്ല, മറിച്ച് പറഞ്ഞറിയിക്കാനാവാത്ത പ്രണയത്തിൻ്റേതായിരുന്നു. തന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നല്ല, താൻ സ്നേഹിക്കുന്ന നാഥൻ തന്നെ എപ്പോഴും നോക്കിക്കാണുന്നുണ്ടല്ലോ എന്ന സന്തോഷമായിരുന്നു അവരുടെ മനസ്സിലെ ഏറ്റവും വലിയ ആനന്ദം. എന്തുകൊണ്ടായിരിക്കും മനുഷ്യനിങ്ങനെ അദൃശ്യനായ ഒരു ശക്തിയെ ജീവനേക്കാൾ കൂടുതലായി പ്രണയിക്കുന്നത്? ഇതിന് സൂഫി പണ്ഡിതന്മാർ നൽകുന്ന ഉത്തരം കൗതുകമുള്ളതാണ്. അവർ പറയുന്നു, മനുഷ്യൻ്റെ ആത്മാവ് പടച്ചവനിൽ നിന്ന് വന്നതാണ്. കൂട്ടിലകപ്പെട്ട ഒരു പക്ഷി എപ്പോഴും തൻ്റെ സ്വന്തം ആകാശത്തേക്ക് തിരികെ പറക്കാൻ കൊതിക്കുന്നത് പോലെ ഈ മണ്ണുകൊണ്ടുള്ള ശരീരത്തിനുള്ളിൽ പെട്ടുപോയ ആത്മാവ് അതിൻ്റെ യഥാർത്ഥ ഉറവിടമായ അള്ളാഹുവിലേക്ക് മടങ്ങാൻ വെമ്പൽ കൊള്ളുകയാണ്. അതാണ് ഈ പ്രണയം. ഉറുമ്പിന് പഞ്ചസാരയോടുള്ള ആർത്തിയല്ല, മറിച്ച് തീജ്വാലയിലേക്ക് പറന്നെടുക്കുന്ന ശലഭത്തിൻ്റെ പ്രണയമാണ്. ആ തീയിൽ വീണാൽ എരിഞ്ഞടങ്ങുമെന്ന് അറിഞ്ഞിട്ടും ശലഭം അതിലേക്ക് തന്നെ കുതിക്കുകയാണ്. കാരണം ആ പ്രകാശത്തിൽ ലയിച്ചു ചേരലാണ് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. തന്നെ ഇല്ലാതാക്കി സൃഷ്ടാവിൽ മാത്രം നിലനിൽക്കുക. അള്ളാഹുവിനെ പ്രണയിക്കുന്നവർക്ക് ലോകത്തിലെ ഒരു വേദനയും അനുഭവപ്പെടാറില്ല എന്നത് മറ്റൊരു വലിയ അത്ഭുതമാണ്. സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്നാലും ആ പ്രണയത്തിൽ നിന്ന് പിന്മാറാത്ത മൻസൂറുൽ ഹല്ലാജിനെ പോലെയുള്ളവർ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൗതുകങ്ങളാണ്. വാളുകൾക്കും ചാട്ടവാറുകൾക്കും അവരുടെ ശരീരത്തെ ഒരുപക്ഷെ മുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ അവരുടെ ഹൃദയത്തിലെ പ്രണയത്തെ സ്പർശിക്കാൻ പോലും ആർക്കും ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. അവർക്ക് വേദനകൾ പുഞ്ചിരിയായി മാറും, ഇരുണ്ട കാരാഗ്രഹങ്ങൾ കൊട്ടാരങ്ങളായി മാറും. കാരണം അവർക്ക് ചുറ്റും എപ്പോഴും അവരുടെ നാഥൻ്റെ കാരുണ്യത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരിക്കും എന്നതാണ്. അള്ളാഹുവിനെ പ്രണയിച്ചവർ ഒരിക്കലും മരിക്കുന്നില്ല. അവരുടെ ശരീരങ്ങൾ മണ്ണോട് ചേർന്നാലും അവരുടെ ആത്മാവ് കാലങ്ങളോളം ആ അള്ളാഹുവിൻ്റെ പ്രകാശത്തിൽ ഒരു നക്ഷത്രം പോലെ തിളങ്ങി നിൽക്കുന്നുണ്ടാകും. ഭയവുമില്ലാതെ, സങ്കടങ്ങളില്ലാതെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ സിംഹാസനത്തിന് താഴെ പാറി നടക്കുന്ന പച്ചപ്പക്ഷികളായി മാറുന്നുവെന്നതാണ് വിശ്വാസം. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും പരിശുദ്ധവും സുന്ദരവുമായ ആ ആത്മീയ യാത്ര ഇന്നും ലോകത്തിൻ്റെ ഏതോ കോണുകളിൽ നിശബ്ദമായ പ്രാർത്ഥനകളിലൂടെയും കണ്ണുനീരിലൂടെയും തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന
അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.